ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട്, എന്തായാലും രേവതി ഞങ്ങൾ ആടി മാസത്തിൽ കൊണ്ടുപോവാണല്ലോ, അതുപോലെ ശ്രുതിയുടെ അമ്മയുടെ വീട്ടിൽ പോകണ്ടേ മോളെ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്തായാലും ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞതിൽ വരുന്ന ആടി മാസമല്ലേ, അപ്പം നിങ്ങൾക്കിത് ബാധകമാണല്ലോ, മോള് അമ്മയുടെ അടുത്ത് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ശ്രുതി പറഞ്ഞു കൊടുക്കുക കേട്ടോ, മലേഷ്യയിൽ ആടിയൊന്നും ഇല്ല ആൻറ്റി, ഒരുമാതിരി ആക്ഷേപിച്ച് പറയാ. അല്ലെങ്കിൽ തന്നെ അവിടെ എവിടുന്ന വിദേശത്ത് അങ്ങനെയുള്ളൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, മോളെ നമ്മൾ എവിടെ ജീവിച്ചാലും നമ്മുടെ നാടിൻ്റേതായിട്ടുള്ള ഒരു ആചാരങ്ങളുണ്ടല്ലോ, അതൊന്നും ഒരിക്കലും മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കണേ, മോൾ അമ്മയുടെ അടുത്ത് പോകണില്ല, വീണ്ടും വീണ്ടും ചോദിക്കുക കേട്ടോ. അപ്പം തന്നെ പെട്ടെന്ന് തടയുന്നുണ്ട് നമ്മളെ ദേവു. അപ്പോഴാണ് ലക്ഷ്മിക്ക് ഓർമ്മ പറഞ്ഞേ, ശ്രുതിക്ക് അമ്മയില്ലല്ലോ എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അയ്യോ ക്ഷമിക്കണം കേട്ടോ, മോൾക്ക് അമ്മയില്ലല്ലോ, ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയതാ. മോളൊരു കാര്യം ചെയ്യ്, അമ്മയെപ്പോലെ ഞാൻ നോക്കിക്കോളാം, രേവതിയുടെ കൂടെ മോളും എൻ്റെ കൂടെ വന്നോ എന്ന് പറയുമ്പോൾ ഇവിടെ ഉടനെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. ചന്ദ്ര ഉടനെ ചോദിക്കണം, നീ എന്താ അവിടെ റിസോർട്ട് വല്ലതും നടത്തുന്നുണ്ടോ? പിന്നെ എല്ലാവരെയും വിളിച്ച് അവിടെ കൊണ്ട് താമസിപ്പിക്കാൻ, അല്ലെങ്കിൽ തന്നെ ഇടിഞ്ഞ് പൊളിയാറായ വീട്, അവൾ ബംഗ്ലാവിൽ താമസിക്കേണ്ടവളാ, അല്ലാതെ നിൻ്റെ തെറ്റക്കുട്ടിൽ വന്ന് താമസിക്കേണ്ടതല്ല എന്നൊക്കെ പറഞ്ഞ് ശരിക്കും കളിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ നമ്മുടെ രവി പറയുന്നുണ്ട്, ചന്ദ്രേ വീടിനെ കുറിച്ചൊന്നും പറഞ്ഞ് നീ ആക്ഷേപിക്കണ്ട, വീടിൻ്റെ വലിപ്പത്തിലല്ല കാര്യം, അവിടെ ഉള്ളവരുടെ മനസ്സിലെ കാര്യം. ലക്ഷ്മി എത്ര സ്നേഹത്തോടുകൂടിയാണ്, മനസ്സിലൊരു കള്ളത്തരവും ഇല്ലാതെ അവളുടെ മോളെ പോലെ ആയിട്ട് വിളിച്ചതല്ലേ ശ്രുതിയെ, അല്ലാണ്ട് വേറെ ഒരു വിദേശത്തോടെയോടെ അല്ല വിളിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ അപ്പം തന്നെ ഉടനെ നമ്മൾ ശ്രുതി പറഞ്ഞു കൊടുക്കാം, വാ നമുക്ക് പോവാം എന്നും പറഞ്ഞ് ശ്രുതിയെ വിളിച്ചിട്ട് ഒരു പോക്കങ്ങ് പോവുക കേട്ടോ. പെട്ടെന്ന് തന്നെയാണ് സച്ചി വരുന്നത്. സച്ചി വന്ന് ഹാളിലേക്ക് കയറുന്നത് ഇവരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ അമ്മേ, ദേവു എപ്പോഴാണ് വന്നത്, സുഖാണോ, എന്താ വിശേഷം എന്നൊക്കെ പറയണുണ്ട്. രേവതി ഇവർക്ക് ചായയൊക്കെ കൊടുത്തോ, അവർക്ക് ചായയെന്ന് വേണ്ടാന്ന് പറയണേ. പിന്നെന്താ വിശേഷം എന്ന് ചോദിക്കുമ്പോൾ, മോനെ ഞങ്ങൾ രേവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണോ? ആണോ? അവിടെ തിരക്കുണ്ടാവുമല്ലേ, എന്നാൽ കൊണ്ടുപോക്കോ, വൈകിട്ട് ഞാൻ വരുമ്പോൾ വിളിച്ചിട്ട് വരാം. അപ്പോൾ തന്നെ ലക്ഷ്മി പറയണുണ്ട്, അയ്യോ അതല്ല മോനെ, ഇതിപ്പോൾ ആടി മാസമല്ലേ, ഈ ആടി മാസത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ കൂടെ നിൽക്കാൻ പാടില്ല എന്നാണ്, അതുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകാൻ വന്നതാന്ന് പറയുമ്പോൾ സച്ചിയുടെ മുഖം പെട്ടെന്ന് വാടി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അതൊക്കെ ആരാ പറഞ്ഞേ, ഇതൊക്കെ ചുമ്മാ ഉണ്ടാക്കി വെക്കുന്നതല്ലേ, പഴമക്കാർ പലതും ഉണ്ടാക്കി വെക്കും, അങ്ങനെയല്ല എന്ന് രവി പറയാൻ കേട്ടോ. മോനെ ഇതൊക്കെ ഒരു ചടങ്ങല്ലേ, ചടങ്ങ് അതിൻ്റേതായിട്ടുള്ളത്, അങ്ങനെയൊന്നും ഇല്ല അച്ഛാ, അല്ലെങ്കിൽ തന്നെ ഒരു മാസമൊന്നും പോയി നിൽക്കേണ്ട ഒരു കാര്യമില്ല, ഇതൊക്കെ സിനിമയിലൊക്കെ നടക്കും, ഇതൊന്നും നമ്മുടെ ഇതിലൊന്നും നടക്കത്തില്ല, ഞാൻ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് സച്ചി പറയാം. അത് പാടില്ല, എന്തായാലും കൊണ്ടുപോകണം, ഇതിനൊരു ശാസ്ത്രമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ആടി മാസത്തിലെ പെൺകുട്ടികൾ ഗർഭിണിയായി കഴിഞ്ഞാൽ അടുത്ത മേടമാസത്തിലേക്ക് അവരുടെ പ്രസവം നടക്കും. ആ സമയം ഭയങ്കര കാറ്റും കോളും ഒക്കെ ഉള്ളൊരു സമയമാണ്. ആ സമയത്ത് പ്രസവം നടന്നാൽ കുഞ്ഞിൻ്റെ കാര്യവും അമ്മയുടെ കാര്യവും ഒക്കെ ബുദ്ധിമുട്ടാവും, പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ വരും. അതുകൊണ്ടാണ് ഈ സമയത്ത് പ്രഗ്നൻ്റ് ആവാതിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ മാറ്റി നിർത്തുന്നതെന്ന് പറയണം. സച്ചി പെട്ടെന്ന്, അയ്യോ ഇത് നേരത്തെ പറയണ്ടായിരുന്നു അച്ഛാ, ദൈവമേ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും അന്തം വിട്ട് പോകണം. എന്താന്ന് വെച്ചാൽ സച്ചി എന്താ പറഞ്ഞത്, അത് അബദ്ധം പറ്റിപ്പോയി. 2 മിനിറ്റ് കഴിയുമ്പോൾ ശ്രീയും അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ. എല്ലാവരും ചമ്മി നിൽക്കുന്നത്. അപ്പോഴാണ് സച്ചിക്ക് ബോധം വേണം, അല്ല ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത് എന്നായി കേട്ടോ. അങ്ങനെ പെട്ടെന്ന് അത് പറയുമ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇതെന്തായാലും അമ്മയുടെ ഐഡിയ ആയിരിക്കും, ഇപ്പം മനസ്സിലായി എന്താണ് കാര്യം. ഇതിനിടയ്ക്ക് അയാൾ പറയാനുണ്ട് കേട്ടോ, ദേവി പറയാനുണ്ട്, ഇത് ഇന്നലെ രാത്രി തന്നെ നിൻ്റെ അമ്മയാണ് ഇവരെ വിളിച്ച് വരുത്തിയതും 1 മണിയായപ്പോൾ തന്നെ രാത്രി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ തന്നെ സച്ചിക്ക് കാര്യം പിടികിട്ടി കഴിഞ്ഞു. ഉടനെ അവർ ചോദിക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു, കൂടുതലൊന്നും പറയണ്ട എനിക്കറിയാം. അപ്പോൾ ഇവരുടെ വഴക്ക് മൂർച്ചിക്കണ്ടെന്ന് വെച്ച് പെട്ടെന്ന് രവി കയറി ഇടയ്ക്ക് വരികയാണ് കേട്ടോ. ഈ സമയം നമ്മൾ ശ്രീയും ദേവും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശ്രീയുടെ ദേവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ പ്രണയം പറഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എടി ഞാനും അവൾ തമ്മിൽ വേറെ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ, നീ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ, അങ്ങനെയൊന്നും അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പും ഒന്നും അല്ല, അതിലപ്പുറം എന്തോ ഉണ്ട്, എനിക്കറിയാം. വർഷം ഒരു പാവം കുട്ടിയല്ലേ ശ്രീ എന്ന് ചോദിക്കട്ടോ. അതെ എനിക്കറിയാം, അവളൊരു പാവം കുട്ടി തന്നെ, പക്ഷേ അച്ഛനെ ദ്രോഹിച്ച ആളിൻ്റെ മോളല്ലേ, അതുകൊണ്ട് എന്തിനാ വെറുതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയട്ടോ. അത് കഴിഞ്ഞ് ഡ്രസ്സ് മാറിയിട്ടൊക്കെ വരികയാണ് രേവതി. പെട്ടെന്നാവട്ടെ എന്ന് പറഞ്ഞു വിടാല്ലേ, ഡ്രസ്സെല്ലാം മാറി ഇറങ്ങി വരുമ്പോൾ സച്ചി ആകെ തളർന്നു പോയിട്ടോ. രേവതി പോകണമെന്ന് അറിഞ്ഞപ്പോൾ അത് 1 മാസം. അങ്ങനെ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ട് ഇറങ്ങി വരുമ്പോൾ സച്ചി പറയണ്ട, ആ ബാഗ് എന്താ ഞാൻ പിടിക്കാം, നീ താഴേക്ക് ഇറങ്ങിക്കോ എന്ന് പറയണം. അപ്പോൾ വീണ്ടും രേവതി ഓർമ്മിപ്പിക്കുക, അതേ കറക്റ്റ് സമയത്തിന് ഭക്ഷണം കഴിക്കണം, ഡ്രസ്സെല്ലാം ഞാൻ അയൺ ചെയ്ത് അലമാരിയിൽ വെച്ചിട്ടുണ്ട്,
പിന്നെ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഞാൻ ഇടയ്ക്ക് വിളിക്കാം, വണ്ടി ഓടിക്കുമ്പോൾ ആ ഫോൺ എടുക്കരുത്. പിന്നെ അത് കഴിഞ്ഞ് നിർത്തിയിട്ട് എടുത്താൽ മതി. രാത്രിയാകുമ്പോൾ വണ്ടി ഓടിക്കാനൊന്നും പോകരുത്. ഇങ്ങനെയൊക്കെ നിർദ്ദേശങ്ങൾ കൊടുക്കുമ്പോൾ സച്ചി പറയണം, നീ എന്താ വിദേശത്തേക്കൊന്നും അല്ലല്ലോ പോകുന്നത്, നീ വീട്ടിലേക്കല്ലേ പോകുന്നത്, ഒരു മാസം കഴിഞ്ഞ് ഇനി വരില്ലേ എന്നൊക്കെ പറയാട്ടോ. സച്ചി ഭയങ്കര സങ്കടത്തിലാണ് കേട്ടോ. അപ്പോൾ രേവതിയും നോക്കിയിട്ട് പറയണം, നിങ്ങൾക്ക് ഒരു മാസം എന്നെ കാണാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് എന്താ തോന്നുന്നത്? പറ്റില്ലായിരിക്കുമല്ലേ, സാരമില്ല, എന്തായാലും ഞാൻ വിളിക്കാം, ശരിയെന്ന് പറയണം. അപ്പോഴാണ് അമ്മയും ദേവും കൂടെ കയറി വരുന്നത് കേട്ടോ. ശരി അമ്മ, ഇനി താമോനെ ബാഗ് ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവർ താഴേക്ക് ഇറങ്ങണം. താഴെ ചെന്ന് എല്ലാവരോടും യാത്ര ചോദിക്കുക കേട്ടോ. അപ്പോൾ തന്നെ വീണ്ടും ശ്രീയും അതുപോലെ നമ്മുടെ ദേവും സംസാരിക്കണം കണ്ടിട്ട് തീരെ പിടിക്കണില്ല. എല്ലാവരും നിൽക്കെ തന്നെ ഉടനെ ഈ ചന്ദ്ര പറഞ്ഞിട്ട്, എടാ ശ്രീ, നിനക്ക് റെസ്റ്റോറൻറ്റിൽ പോവേണ്ട സമയമായില്ലേ, നീ എന്താ ഇവിടെ കിടന്ന് കറങ്ങണേ? അപ്പോൾ ഉടനെ അതും കേട്ടിട്ട് ശ്രീ അങ്ങ് പോവാട്ടോ. എന്നിട്ട് പറഞ്ഞിട്ട്, കുടുംബം മുഴുവനും ഇവിടെ കയറി പറ്റാനുള്ള പരിപാടിയാണ് എന്ന് പറയണം. സച്ചിക്ക് ദേഷ്യം വന്ന്, നിങ്ങളെ ഞാൻ എന്നും പറഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോവുക. ഉടനെ രേവതി തടഞ്ഞിട്ട് പറഞ്ഞു, വേണ്ട, ഒന്നും പറയണ്ട, മിണ്ടാതിരിക്കും സച്ചിയേട്ടാന്ന് പറയട്ടോ. എന്നിട്ട് അച്ഛന് ഉപദേശം കൊടുക്കുക, അച്ഛാ ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണമെന്ന്. അപ്പോൾ തന്നെ ഉടനെ ചന്ദ്ര പറഞ്ഞു, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല, അതൊക്കെ നോക്കാം, ഞാനിവിടെ ഉണ്ട്, നീ നിൻ്റെ പാട് നോക്കി പോ, പെട്ടെന്നാവട്ടെ എന്ന് പറയാം. അപ്പോഴത്തേക്കിനും അപ്പോൾ ആ സമയം പെട്ടെന്ന് നമ്മുടെ രവി പറയുന്നുണ്ട്, മോളെ പൂജാമുറി കയറി പ്രാർത്ഥിച്ചിട്ട് പോ, എന്നിട്ട് സമാധാനത്തോടെ പതുക്കെ ഇറങ്ങിയാൽ മതി എന്ന് പറയുന്നത്. ഇതൊന്നും ചന്ദ്രയ്ക്ക് പിടിക്കണേ ഇല്ല. അങ്ങനെ ആ പൂജാമുറി കയറി പ്രാർത്ഥിച്ച് തിരിച്ച് പറഞ്ഞ സമയത്ത് ശ്രുതിയോട് യാത്ര പറയണമല്ലോ, ഞാനൊന്ന് മേളിൽ കയറിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞു, അവളോട് യാത്ര പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങളങ്ങ് പോയി തന്നാൽ മതി എന്ന് പറയാം. അപ്പോൾ ഒരു വീട്ടിൽ എല്ലാവരും ഉണ്ടെങ്കിൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നതാണ് അതിൻ്റെ മര്യാദ എന്ന് ഇങ്ങനെ രവി പറയുമ്പോൾ നേരെ നമ്മൾ രേവതിയും അവിടെ ചെല്ലാണ് കേട്ടോ. അവരുടെ മുറിയിൽ ചെന്ന് 2-3 പ്രാവശ്യം തട്ടുന്നുണ്ട്. തട്ടുമ്പോൾ ആദ്യം തുറക്കുന്ന സുധിയാണ്. സുധിയെ കാണുമ്പോൾ രേവതിയുടെ മുഖം വല്ലാണ്ടാവണം. എന്താ? അപ്പോഴാണ് ശ്രുതി ഇങ്ങോട്ട് കയറിയുന്നുണ്ട്. എന്താ രേവതി, ഫുഡൊക്കെ റെഡിയായോ എന്ന് ചോദിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും തൊട്ട് ബാക്കിൽ നമ്മുടെ സച്ചിയുണ്ട്. സച്ചി ഉടനെ ചോദിക്കണം, നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാൻ ഇതെന്താ റെസ്റ്റോറൻ്റ് ആണോ? ഇവളാരാ നിങ്ങൾക്ക് ഫുഡ് വേണമെങ്കിൽ പോയി അങ്ങോട്ട് പോയി അന്വേഷിച്ചാൽ ഉണ്ടാക്കി കഴിക്ക്, വന്നേക്കണം എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുക കേട്ടോ. ഇതും കേട്ടിട്ട് തൊട്ട് ബാക്കിൽ ദേവും അമ്മ ഇരിക്കുന്നുണ്ട്. അന്ന് കേൾക്കുകയാണ്. അവർക്ക് നല്ല സങ്കടമാണ്. രേവതി ഒരു ജോലിക്കാരിയെ പോലെയല്ലേ അവർ കാണുന്നത്. അപ്പോൾ അത് സച്ചിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവരെല്ലാം വിളിച്ച് താഴോട്ട് ഇറങ്ങാം കേട്ടോ. എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ്. ഒരുപാട് പ്രാവശ്യം സച്ചി രേവതിയെ വിടാണ്ടിരിക്കാനായിട്ട് ഒത്തിരി സമയം നോക്കുന്നുണ്ട്. രേവതിക്കും പരസ്പരം പിരിഞ്ഞു പോലും നല്ല വിഷമമുണ്ട്. അങ്ങനെ അവർ തിരിഞ്ഞു പോകുമ്പോൾ അവിടെ സച്ചി ആ പടിയിലിരുന്ന് കണ്ണ് നിറഞ്ഞ് കരയാട്ടോ. നേരത്തെ രേവതി പറഞ്ഞ കാര്യങ്ങളും പഴയ കാര്യങ്ങളും ഒക്കെ ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ സ്നേഹിക്കുന്ന ഒരാൾ ഇവിടുന്ന് മാറിപ്പോയപ്പോൾ ആ വിഷമം കൊണ്ട് അവിടെ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കണത് വർഷ പലതവണയായിട്ട് ശ്രീയെ വിളിക്കുന്നുണ്ട്. ശ്രീയാണെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ കൂടെയുള്ള ജോലിക്കാരൻ ചോദിക്കുന്നത്, എന്താടാ ആ പെങ്കൊച്ചാണോ വിളിക്കുന്നത്, നീ എന്താ ഫോൺ എടുക്കാത്ത, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്നുമില്ലടാ എന്ന് പറയാം. അന്നേരം നമ്മുടെ വർഷ വിചാരിക്കുന്നുണ്ട്, എന്ത് പറ്റി ഇവൻ ഫോൺ എടുക്കാത്ത, എന്നാൽ ഒരു കാര്യം ചെയ്യാം, കൗണ്ടറിലേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് കൗണ്ടറിൽ വിളിക്കുക. അങ്ങനെ അതിൻ്റെ മാനേജർ തന്നെ ഫോൺ എടുക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ശ്രീ എവിടെ ഇല്ലേന്ന്. ഉണ്ടല്ലോ, ഞാൻ വർഷയാണ്, ഫ്രണ്ടാണെന്ന് പറയും. അപ്പോൾ പറയണത്, നിനക്ക് ഫോണുണ്ടെന്ന് പറയുന്നുണ്ട്. വന്ന് നോക്കുമ്പോൾ ആരാന്ന് ചോദിക്കുകയാണ്. അത് വർഷയാണെന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, ഒരു കാര്യം ഞാനിവിടെ ഇല്ല, പുറത്ത് പോയിന്ന് പറയാം. ഇതെല്ലാം വർഷ കേൾക്കുന്നുണ്ട് കേട്ടോ. ശരിയെന്നും അവിടെ എന്തായാലും ശ്രീ ഇവിടെ ഇല്ല, പുറത്തേക്ക് പോയിന്ന് പറയാം. ശരി, ഓക്കെ, ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. ഭയങ്കര വിഷമത്തോടുകൂടി വർഷം നിൽക്കുന്നതാണ് കേട്ടോ. ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.